ഇലക്ഷൻ കഴിഞ്ഞു, വോട്ട് ചെയ്തു, റിസൾട്ടിനായി കാത്തിരിക്കുന്നു. ഇപ്പോൾ കേരളം മുഴുവൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. UDF വിജയിച്ചാൽ ആരാകും അടുത്ത മുഖ്യമന്ത്രി? VD സതീശനാണോ, രമേശ് ചെന്നിത്തലയാണോ, അതോ അവസാന നിമിഷം സർപ്രൈസ് ആയി KC വേണുഗോപാൽ വരുമോ? സത്യസന്ധമായി പറഞ്ഞാൽ ഇതൊരു ചെയർ ഫൈറ്റ് മാത്രമല്ല, അടുത്ത 5 വർഷത്തെ കേരളത്തിന്റെ ഡയറക്ഷൻ തീരുമാനിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. ഇന്ന് നമുക്ക് ഫാക്ട് മാത്രം നോക്കി ഇതേപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. മുഖ്യമന്ത്രിയെ ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുമോ? ഇന്നും പലർക്കുമുള്ള ഒരു കൺഫ്യൂഷൻ ആണിത്. കേരളത്തിൽ ജനങ്ങൾ നേരിട്ടല്ല മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത് MLA-മാരെയാണ്. കേരള അസംബ്ലിയിൽ 140 സീറ്റുകളാണുള്ളത്. അതിൽ 71-ലധികം സീറ്റ് നേടുന്നവരാണ് വിജയിക്കുന്നത്. സോ UDF 71-ലധികം സീറ്റ് നേടി വിജയിച്ചാൽ അതിനുശേഷം UDF MLA-മാരുടെ ഒരു യോഗം ചേരും. കോൺഗ്രസ് ലീഡേഴ്സ് യോഗം ചേരും. കോൺഗ്രസിന്റെ ഡൽഹിയിലെ ഹൈക്കമാൻഡ് ഒരു അഭിപ്രായം പറയും. അതിനുശേഷം അലയൻസ് മെമ്പേഴ്സ് എല്ലാവരും ഒന്നിച്ചിരുന്ന് എഗ്രി ചെയ്തിട്ട് അതിനുശേഷം മാത്രമാണ് CM-ന്റെ പേര് വെളിയിൽ വരുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത് ജനങ്ങളാണെങ്കിലും CM-നെ തീരുമാനിക്കുന്നത് പാർട്ടി റൂമുകളിലാണ്. അങ്ങനെയാണ് നമ്മുടെ പാർലമെന്ററി ഡെമോക്രാറ്റിക് സിസ്റ്റം ഡിസൈൻ ചെയ്ത് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാൻഡിഡേറ്റ് ലിസ്റ്റ് നോക്കാം. 3 മെയിൻ കാൻഡിഡേറ്റ്സിനെയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. പൊതു ചർച്ചയിൽ മുന്നിലുള്ളത് VD സതീശനാണ്. അതിന് ചില കാരണങ്ങളുണ്ട്. അദ്ദേഹമായിരുന്നു ഓപ്പോസിഷൻ ലീഡർ. UDF ക്യാമ്പയിന്റെ മുഖമായിരുന്നു അദ്ദേഹം. അസംബ്ലി ഡിബേറ്റ്സിലൊക്കെ വിസിബിൾ ആയിട്ടുള്ള ഒരു ഫേസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. യൂത്തിന്റെ ഇടയിൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഇമേജ് അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. പറവൂരിൽ നിന്ന് പലതവണ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് റണ്ണർ ഇമേജിൽ ഏറ്റവും മുന്നിലുള്ളത് VD സതീശനാണ്. അദ്ദേഹത്തിനായി പല ബാനേഴ്സും ഫ്ലെക്സുകളും ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. അതിന് കാരണം പബ്ലിക്കിന്റെ പെർസെപ്ഷൻ അദ്ദേഹത്തിനായി വളരെ കൂടുതലാണ്. പക്ഷെ പൊളിറ്റിക്സിൽ പോപ്പുലാരിറ്റി മാത്രം മതിയോ? എക്സ്പീരിയൻസ് ആണ് പലപ്പോഴും അവസാന നിമിഷം വിജയിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ വരുന്ന പേരാണ് രമേശ് ചെന്നിത്തല എന്നുള്ളത്. അദ്ദേഹം പാർട്ടിയുടെ വെറ്ററൻ ലീഡറാണ്. years ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. മുൻ ഹോം മിനിസ്റ്റർ ആണ്. പാർട്ടിയിൽ ഒരുപാട് അക്സെപ്റ്റൻസ് ഉള്ള നേതാവാണ്. പാർട്ടി ഒരു സേഫ് ഹാൻഡ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ വരുമ്പോൾ രമേശ് ചെന്നിത്തലയാണ് ശക്തമായ കണ്ടന്റർ. പലപ്പോഴും പൊളിറ്റിക്സ് എന്ന് പറയുന്ന പല ട്വിസ്റ്റുകളും ഉള്ളതാണ്. സോ നമുക്ക് രമേശ് ചെന്നിത്തലയുടെ പേര് അവോയ്ഡ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ ചർച്ചയിൽ വന്ന മറ്റൊരു പേരാണ് KC വേണുഗോപാൽ. കോൺഗ്രസിന്റെ നാഷണൽ ലെവൽ ലീഡറാണ് KC. ഡൽഹി കണക്ഷൻ വെരി സ്ട്രോങ് ആണ്. സതീശൻ വീസസ് ചെന്നിത്തല എന്നുള്ള ഫൈറ്റ് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ, അത് ഡെഡ് ലോക്ക് ആയി കഴിഞ്ഞാൽ ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള പേരാണ് KC വേണുഗോപാലിന്റേത്. പൊളിറ്റിക്സിൽ ലാസ്റ്റ് മിനിറ്റ് ട്വിസ്റ്റ് ഒരു പുതിയ കാര്യമല്ല. അതുകൊണ്ട് ഈ റേസ് ഇപ്പോഴും ഓപ്പൺ ആണ്. അടുത്തത് മുസ്ലിം ലീഗ് എന്ത് പറയുന്നു എന്ന് നോക്കാം.